നോക്കാം. The wavelength of light emitted when an electron in a hydrogen atom jumps from n equal to 4 to n is equal to 2 is. അപ്പൊ അതാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് വേവ് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ n 4ൽ നിന്ന് 2ലേക്ക് ആവുന്നുണ്ട്. n എന്ന് വെക്കുന്നത് എന്താണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് n വെച്ചിട്ടാണ് അല്ലെ. അതേപോലെ ഇലക്ട്രോൺ എന്താണ്? ഹയർ ഓർബിറ്റിൽ നിന്ന് ലോവർ ഓർബിറ്റിലേക്ക് പോവാണ്. 4ൽ നിന്ന് 2ലേക്കല്ലേ പോയത്, കുറഞ്ഞില്ലേ? അപ്പൊ എന്താണ് അവിടെ എനർജി റിലീസ് ആവുന്നുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് എനർജി റിലീസ് ആവുമ്പോ എന്താണ് അവിടെ ഫോട്ടോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഫോട്ടോൺസിന്റെ വേവ് ലെങ്ത് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആ ഫോട്ടോൺസിന്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? റിഡ്ബർഗ്സ് കോൺസ്റ്റന്റ് യൂസ് ചെയ്യുന്നുണ്ട്. സോ നോക്കിക്കേ, നമുക്ക് റിഡ്ബർഗ്സ് കോൺസ്റ്റന്റിന്റെ ഫോർമുല ഇത് കണ്ടുപിടിക്കാനുള്ള വേവ് ലെങ്തിന്റെ ഫോർമുല അറിയാം. 1/λ is equal to റിഡ്ബർഗ്സ് കോൺസ്റ്റന്റിന്റെ R ആണ് ഇൻറ്റു n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ 1/n2 സ്ക്വയർ. n1 സ്ക്വയർ എന്ന് വെക്കുന്നത് എന്താണ്? ലോവർ ലെവൽ, അത് ഇവിടെ നമ്മുടെ 2 ആണ്. n2 എന്ന് വെക്കുന്നത് എന്താണ്? ഹയർ ലെവൽ, നമ്മുടെ 4 ആണ്. സോ നമ്മൾ ആദ്യം എന്താണ് ഈ ബ്രാക്കറ്റിനുള്ളിലെ വാല്യൂസ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് n1 ലോവർ ഓർബിറ്റിന്റെ ആണെന്നറിയാം. 2 ഇട്ട് കൊടുത്തു, 2 സ്ക്വയർ മൈനസ് 1/4 സ്ക്വയർ ഇട്ട് കൊടുത്തു. 1/2 സ്ക്വയർ എന്ന് വെക്കുന്നത് എത്രയാണ്? 1/4 ആണ്. 1/4 സ്ക്വയർ എന്ന് വെക്കുന്നത് 1/16 ആണ്. സോ ഇത് ക്രോസ് ചെയ്തിട്ട് നമ്മൾ എൽസിഎം എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ക്രോസ് ചെയ്യാൻ പറ്റും. സോ അപ്പൊ നമുക്ക് ആൻസർ കിട്ടുന്നത് 3/16 ആണ്. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0.1875 കിട്ടുന്നു. സോ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താന്ന് ചോദിച്ചാൽ നമ്മൾ റിഡ്ബർഗ്സ് കോൺസ്റ്റന്റുമായിട്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഏത് റിഡ്ബർഗ്സ് കോൺസ്റ്റന്റ് നമുക്കറിയാം 1.097 ഇൻറ്റു 10⁻⁷ ആണ് അല്ലെ. അതേ ഇൻറ്റു 0.1875 ചെയ്യണം. സോ എന്താണ് 2.057 ഇൻറ്റു 10⁻⁶ എന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ലാംഡ കണ്ടുപിടിക്കാനായിട്ട്, വേവ് ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഇക്വേഷൻ എന്താണ്? 1/λ ആണ് അല്ലെ. സോ നമുക്ക് ലാംഡ കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് കിട്ടിയ ആൻസർ ഉണ്ടല്ലോ, അത് 1 ഡിവൈഡഡ് ബൈ ചെയ്യുക. സോ എത്രയാണ്? 1 ഡിവൈഡഡ് ബൈ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് 2.057 ഇൻറ്റു 10⁻⁶ ആണ്. സോ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുന്നത്? 486 nm എന്ന് കിട്ടുന്നു. സോ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്.